തീവ്രതാ പരാമർശത്തിന്റെ പേരിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതി. ലൈംഗിക പീഡന പരാതിയിൽ പി.കെ. ശശിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിൽ തീവ്രത എന്നൊരു വാക്കില്ല. താൻ അങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ലെന്നും പി.കെ. ശ്രീമതി വിശദീകരിക്കുന്നു. തീവ്രവാദി എന്ന് പറയാൻ പോലും ഇപ്പോൾ ഭയമാണ്. ഇതിനൊക്കെ പിന്നിൽ യൂത്ത് കോൺഗ്രസും RSSും ആണെന്നും പി.കെ. ശ്രീമതി റിപ്പോർട്ടറോട് പറഞ്ഞു. പക്ഷെ ആ റിപ്പോർട്ട് എഴുതുമായി ബന്ധപ്പെട്ട് ഞാനും സഖാവ് A.K. ബാലനുമാണ് ആ റിപ്പോർട്ട് എഴുതിയത്. അതിലങ്ങനെ യാതൊരു തരത്തിലും ഒരു തീവ്രത എന്നുള്ളൊരു വാക്ക് ഞാൻ ഇവിടെയും കണ്ടിട്ടില്ല. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും പ്രതികരിച്ചിട്ടുമില്ല. കുറച്ചാളുകൾ അതിനായിട്ട് നിയോഗിക്കപ്പെട്ട കുറച്ചാളുകളുണ്ട്. അവരിതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ടീച്ചർ എഴുതുന്നത് ഒന്ന് അവസാനിപ്പിക്കാൻ ഇങ്ങനെ ചില പ്രയോഗങ്ങൾ നടത്താൻ വേണ്ടി അവരിങ്ങനെ കുറച്ചാളുകളെ ഇറക്കി വിട്ടിരിക്കുകയാണ്. നമ്മളതുകൊണ്ടൊന്നും എഴുതാണ്ടിരിക്കില്ല. ആ തീവ്രത എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തന്നെ എനിക്കൊരു ഭയം. ഏതെങ്കിലും ഒരു തീവ്രവാദികൾ എന്നൊക്കെ പറയുമ്പോൾ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ആ വാക്ക് പറയാൻ തന്നെ ഇപ്പോൾ ഒരു ഭയം പോലെയാണ്. യൂത്ത് കോൺഗ്രസ്സുകാരോ മൂത്ത കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ RSSകാരോ ഒക്കെ ഉണ്ട്. അഭിജിത്ത് മുഴക്കുന്ന നമുക്കൊപ്പം. അഭിജിത്ത്, ഈ തീവ്രത അളക്കുന്ന കമ്മീഷൻ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ കുറെ കാലമായി ഇങ്ങനെ പ്രചരിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ തീവ്രത എവിടെ നിന്ന് വന്നതാവും? സുജി, അതുതന്നെയാണ് പി.കെ. ശ്രീമതിയും പറയുന്നത്. എവിടെ നിന്നാണ് ഈ തീവ്രത എന്ന വാക്ക് എത്തിയത് എന്ന് തനിക്കറിയില്ല എന്ന് ശ്രീമതി പറയുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ പി.കെ. ശശിക്കെതിരായ ലൈംഗിക പീഡന പരാതി, അതിനെ തുടർന്ന് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നു. ശ്രീമതിയും A.K. ബാലനുമായിരുന്നു ഈ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. ഇവർ പാർട്ടിക്ക് മുൻപാകെ വെച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ തീവ്രത എന്നുള്ളൊരു വാക്കുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ആരോപണം. അതിന് പിന്നാലെ വലിയ പരാതി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആരോപണമൊക്കെ പി.കെ. ശ്രീമതിക്കെതിരെയും ഉണ്ടായി. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ആക്ഷേപം പി.കെ. ശ്രീമതിക്കെതിരെ ഓരോ പോസ്റ്റിന് കീഴെയും ഒരു നിത്യസംഭവമായി നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുമായിരുന്നു. ഏതായാലും അങ്ങനെ ഒരു വാക്ക് താൻ നൽകിയ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ താൻ ഉപയോഗിച്ചിട്ടേയില്ല എന്ന് പി.കെ. ശ്രീമതി പറയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസോ അല്ലെങ്കിൽ RSS പ്രവർത്തകരോ ആയിരിക്കാം ഈ രീതിയിലുള്ള ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നത്. വളരെ രസകരമായി തന്നെ തീവ്രവാദി എന്നുള്ള പേര് പോലും തനിക്ക് ഉപയോഗിക്കാൻ പേടിയാണ്. കാരണം അതിനെ ഈ തീവ്രത എന്ന വാക്കുമായി ചിലർ കൂട്ടിക്കെട്ടുകയാണ്. അതുകൊണ്ട് തന്നെ താൻ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ്. താൻ അങ്ങനെ എഴുതരുത് എന്ന ആഗ്രഹമുള്ള ചിലരാകാം ഈ രീതിയിൽ തനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത്, ആരോപണം ഉന്നയിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു മറുപടിയാണ്, എന്നൊക്കെയുള്ള ഒരു വാദമാണ് ഏതായാലും CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ പി.കെ. ശ്രീമതി ഉന്നയിക്കുന്നത്. താൻ അങ്ങനെ ഇതിൽ നിന്നൊന്നും മാറി നടക്കില്ല എന്നും വീണ്ടും താൻ ഈ രീതിയിലുള്ള എഴുത്തുകളുമായി രംഗത്തുണ്ടാകുമെന്നും പി.കെ. ശ്രീമതി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളൊക്കെ ഇത് കേട്ട് കാണുമല്ലോ. ആ റിപ്പോർട്ടിൽ തീവ്രത എന്നുള്ള ഒരു വാക്കില്ല എന്നാണ് റിപ്പോർട്ട് തയ്യാറാക്കിയ ആൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.